അസ്സലാമലൈക്കും. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കൗണ്ട് ഡൗൺ യൂട്യൂബ് ഇൻട്രോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റിലെ ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ കസ്റ്റം സൈസ് എന്നതിൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നത് 1920x1080 എന്ന് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കാം. അല്ല എങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നവിടെ യൂട്യൂബ് ഇൻട്രോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ യൂട്യൂബ് ഇൻട്രോ മേക്കർ എന്ന് വരും, യൂട്യൂബ് ഇൻട്രോ ലാൻഡ്സ്കേപ്പ് എന്ന് വരും. അതിൽ ടൈപ്പ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിങ്ങനെ പ്രോസസ്സായി നിൽക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ നമുക്ക് ഒരു വീഡിയോ സെക്ഷനാണ് എഡിറ്റ് ചെയ്യുന്നതിന് വന്നിരിക്കുന്നത്. ഫസ്റ്റിൽ നാം കളർ ചേഞ്ച് ചെയ്യുക. അതിനുവേണ്ടി താഴെ കാണുന്ന ടൂൾ ബാറിൽ നിന്നും കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിൽ സ്ക്രീൻ കാണാം. നെക്സ്റ്റ് നമുക്ക് എലമെന്റ്സിൽ നിന്നും പോയി നിയോൺ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് എന്നവിടെ നിയോൺ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം പ്രോ വേർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോ അല്ലാതെ ഫ്രീ ആയി ലഭിക്കുന്നത് ഏതാണോ അത് ബെറ്റർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അഥവാ കുറച്ച് മാത്രമേ നമുക്ക് പ്രോ വേർഷൻ അല്ലാതെ ലഭിക്കുകയുള്ളൂ. അതിൽ നിന്നും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ വന്നാൽ അത് സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ പോലെ, അതായത് നമുക്ക് അത് നീക്കുമ്പോൾ കാണാം ഒരു പിങ്കിഷ് കളറിൽ നമുക്ക് ഒരു ഇത് വരും. ആ ഒരു പിങ്കിഷ് ഇതിൽ പ്ലസ് ആയി വരുന്നത് വരെ നാം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് സെൻറ്ററിൽ വരും. ഓക്കെ, അത് സെൻറ്ററിലാകുമ്പോൾ അത് പ്ലസ് ആയി കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും നമുക്ക് 5 4 3 2 1 അങ്ങനെയാണ് നാം കൗണ്ടും കൊടുക്കുന്നത്. അതിൽ നാം 5 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് സൈസ്, കളറ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡ്രാഗ് ചെയ്ത് വലുതാക്കണമെങ്കിൽ വലുതാക്കിക്കൊണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് 1 സെക്കൻഡ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ ടൂൾ ബാറിന് നമ്മൾ ആ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താക്കുക, 1 എന്നുള്ള സെക്കൻഡ് കഴിഞ്ഞ് 2 സെക്കൻഡ് വരെ അത് പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം വീണ്ടും ആ 5 എന്നത് മാറ്റി 4 ആക്കുക. വീണ്ടും എന്ത് ചെയ്യുക, 2 കഴിഞ്ഞാൽ പ്ലേയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് 4 എത്തുമ്പോൾ 3 അവിടെ കൗണ്ടൗണിൽ ക്ലിക്ക് നാം ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് 4 സെക്കൻഡ് എത്തുമ്പോൾ നാം എന്ത് ചെയ്യുക, 2 ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ സെക്കൻഡ് എത്തുമ്പോൾ നാം സ്റ്റോപ്പ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അവിടെയുള്ള നമ്പർ ചേഞ്ച് ചെയ്യുക. 5 4 3 2 1 എന്ന രീതിയിൽ നാം ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേജായി അവിടെയുള്ള 1ഉം ലാസ്റ്റ് നിയോൺ സർക്കിളും ഡിലീറ്റ് ചെയ്ത് നമുക്കൊരു ബ്ലാങ്ക് പേജ് വെക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. ഇതിൽ ഓരോന്നിനും നമുക്ക് വേണ്ടുന്ന ആനിമേഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ആനിമേഷൻസ് ലഭിക്കുന്നതാണ്. ബ്ലാക്ക്, ഫേഡ്, പലതരത്തിലുള്ള ആനിമേഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് നാം സെലക്ട് ചെയ്യുക.
ഓരോ നമ്പേഴ്സിനും ഓരോ ആനിമേഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓരോന്ന്, അതായത് നമുക്ക് ഓരോ, ഇപ്പോൾ നമ്മൾ ഓരോ ക്ലിപ്പായി അതിനെ സെലക്ട് ചെയ്ത് മാറ്റിയല്ലോ. അപ്പോൾ ഓരോ ക്ലിപ്പിലും സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ നിന്നും ആനിമേഷൻ എന്നവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം. നിയോൺ ടൈപ്പ് ആണെങ്കിൽ നിയോൺ ടൈപ്പ് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എലമെന്റ്സിൽ നിന്നും ടൈമർ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൗണ്ട് വേണമല്ലോ. ടൈമറിൽ നിന്നും ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴും നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് എല്ലാം പ്രോ വേർഷൻ ആയിരിക്കും. അതിൽ 1 2 അങ്ങനെ നമുക്ക് ഫ്രീ വേർഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ ഏതാണോ ബെറ്റർ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രോ വേർഷൻ ലഭിക്കുന്നവർക്ക് കുഴപ്പമില്ല. നാം പെയ്ഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫ്രീ വേർഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിന് നാം പരമാവധി സെലക്ട് ചെയ്യുക, സ്ക്രോൾ ചെയ്ത് കണ്ടെത്തുക ഏതാണോ ഫ്രീ ലഭിക്കുന്നത് അത് എന്ന് നോക്കി. ഞാൻ അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ലാസ്റ്റ് നമുക്കവിടെ നമ്മുടെ ചാനൽ നെയിം എഴുതാം. ഇവിടെ എൻ്റെ ചാനൽ നെയിം എന്നത് ഇന്ത്യൻ ആർട്ട് ഓൺ എന്നാണ്. അത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൽ നമുക്ക് വേണ്ടുന്ന സൈസ്, കളറ് ഇതെല്ലാം, പിന്നെ നമ്മുടെ ഫോണ്ട് സ്റ്റൈൽ ഏതാണോ ആ ഫോണ്ട് വേണ്ടുന്നത് അതും സെലക്ട് ചെയ്ത് നാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ സെക്ഷനിലും, അതായത് ഓരോ വീഡിയോസിലും നമുക്ക് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ വീഡിയോ സെക്ഷനും സ്പ്ലിറ്റ് ചെയ്ത് ആനിമേഷൻ വേറെ വേറെ കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെ വീഡിയോ അപ്പം നെയിം എഴുതിയ, ചാനൽ നെയിം എഴുതിയ അവിടെ ഞാൻ ഏത് ആനിമേഷനാണോ കൊടുക്കുന്നത്, സ്ക്രാപ്പ് ബുക്ക്, ഫണ്ണ്, ചില്ലി, അങ്ങനെ പലതുമുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്ലൈ ടു ഹോൾ പേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഹോൾ പേജ് ഒറ്റ ആനിമേഷൻ കൊടുത്തുകൊണ്ട് എല്ലാത്തിനും ആ ചാനൽ നെയിം എഴുതി എല്ലാത്തിനും നമുക്ക് കൊടുക്കാം. എല്ലാ എങ്കിൽ നമുക്ക് അവിടെ ഓരോയിടത്തും അവിടെ നമ്മൾ പോർഷൻ കഴിഞ്ഞ് സ്പ്ലിറ്റ് കൊടുത്ത് വീണ്ടും ഒരു സ്പ്ലിറ്റ് കൊടുത്ത് അങ്ങനെ ഓരോ പോർഷൻസ് ആക്കി മാറ്റി ഓരോ പോർഷനും വ്യത്യസ്ത ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ക്ലിപ്പായി സെലക്ട് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ കാണുന്ന ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും നമുക്കിങ്ങനെ ലഭിക്കുന്ന സ്ക്രാപ്പ് ബുക്ക്, നിയോൺ എന്നതിൽ നിന്ന് കുറെ കാണുന്ന ഈ ആനിമേഷൻസിൽ നിന്നും ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കളർ എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ നിന്നും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓരോ ക്ലിപ്പായി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ വേറെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാം. മുകളിൽ കാണുന്ന എറോ ബട്ടൺ കഴിഞ്ഞ് ഡൗൺലോഡ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് MP4 എന്ന രീതിയിൽ വരും. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക.